ഈ പെൻഷൻ പണം പോലും കിട്ടാതെ ഞാൻ ദുരിതം അനുഭവിക്കുന്നതിൻ്റെ വേദന നിങ്ങളെല്ലാവരും അറിയണം. അപ്പോൾ രണ്ടു കൂട്ടരും കൂടി ഒത്തു കളിക്കുമ്പോൾ ഏത് നാട്ടിലും എവിടെയും ആർക്ക് പോയിട്ട് ജീവിക്കാനുള്ള അർഹതയുണ്ട്. അപ്പോൾ ഇവിടെ ഞാനും ജീവിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ എന്നെ അക്രമം കാട്ടി ഈ പെൻഷൻ പണം തടഞ്ഞു വെച്ചിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ 4 വർഷത്തെ തൻ്റെ വിധവാ പെൻഷൻ പെരിന്തൽമണ്ണ നഗരസഭ തടഞ്ഞു വെച്ചിരിക്കുമെന്ന കടുത്ത ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കുന്നപ്പള്ളി സ്വദേശി വസന്തകുമാരി. വസന്തകുമാരി ചേച്ചി ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. എന്താണ് പെരിന്തൽമണ്ണ നഗരസഭ നിങ്ങളുടെ 4 വർഷത്തെ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു? എന്താണ് ശരിക്കും സംഭവിച്ചത്? കാരണം ഞാൻ മുനിസിപ്പാലിറ്റി നഗരസഭയിൽ 2019 മുതൽ ഈ അപേക്ഷ കൊടുക്കാൻ തുടങ്ങിയതാണ്. അപ്പോഴൊക്കെ ഇവർ ഓരോന്നും പറഞ്ഞ് മാറ്റുന്നത്, ഒന്ന് പറയും ഫണ്ടിൽ പണമില്ലെന്ന് പറയും, പിന്നെ ഈ സമയത്ത് കൊടുക്കണില്ല, കോവിഡ് കാരണം കൊണ്ട് കൊടുക്കണില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് പറഞ്ഞു മുഖ്യമന്ത്രിക്ക് ഞാൻ അപേക്ഷ കൊടുത്തപ്പോൾ പറഞ്ഞു കുടിശ്ശിക എല്ലാവർക്കും കൊടുക്കുന്നതാണെങ്കിലും ഇപ്പോൾ അസുഖങ്ങളുള്ളവർക്കേ കൊടുക്കുന്നുള്ളൂ പറഞ്ഞു. പിന്നെ ആധാറിൻ്റെ നമ്പർ കുറവാണെന്ന്, അത് ശരിക്കും കിട്ടണില്ല എന്ന് പറഞ്ഞു. ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പുനർവാഹം ചെയ്തിട്ടില്ല എന്നുള്ള കോപ്പി കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഈ ഇത്രയും വർഷം, ഈ 5 വർഷത്തിൻ്റെ ഉള്ളിൽ ഇവർ ഓരോ രേഖയും മാറ്റി മാറ്റി ആ രേഖകളെല്ലാം ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഇപ്പം അവർ പറയുകയാണ് ഞാൻ പാലക്കാട്ട് നിന്നാണ് വാങ്ങിക്കുന്നത്. പക്ഷെ നമ്മുടെ പെരിന്തൽമണ്ണ SP ബാങ്കിൽ തന്നെ എൻ്റെ ബാങ്ക് അക്കൗണ്ടും എല്ലാം ഉണ്ടായിട്ട് 2024 വരെ ബാങ്ക് അക്കൗണ്ട് എനിക്ക് പണം വന്നത് 2025 മസ്റ്ററിങ് ചെയ്ത് 8-ാം മാസം വരെ ഉണ്ടായിട്ടും അത് ബാങ്കിൽ പണം വരാതായപ്പോൾ SP ബാങ്കിൽ പോയി അന്വേഷണം നടത്തിയപ്പോൾ അവിടെ പണം വന്നിട്ടില്ല. നേരിട്ട് ഞാൻ മുനിസിപ്പാലിറ്റി പോയി അപേക്ഷ കൊടുത്തപ്പോഴും നേരിട്ട് അവരോട് പറഞ്ഞപ്പോഴും അവർ ഇനിയും മസ്റ്ററിങ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ 8-ാം മാസം വരെ 25 8-ാം മാസം വരെ മസ്റ്ററിങ് ചെയ്ത കോപ്പിയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതുപോലെ ഇനിയും മസ്റ്ററിങ് ചെയ്യണം പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി ഏത് അക്ഷയയിൽ പോയാലും ഞാൻ പെരിന്തൽമണ്ണ മുതൽ തൊട്ട് മലപ്പുറം വരെയുള്ള അക്ഷയയിലൊക്കെ പോകുമ്പോഴും ഇവർ തടസ്സം ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്തിനാണ് തടസ്സം വെച്ചിരിക്കുന്നത് എന്ന് ഞാൻ വില്ലേജ് ഓഫീസർ, പാതായിക്കര വില്ലേജ് ഓഫീസർ പോയി പറയുകയും എനിക്ക് അവിടുന്ന് പുനർവാഹിതല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ് ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ഇവരത് വില്ലേജ് ഓഫീസർ തടഞ്ഞു, അത് എനിക്ക് തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ആ മറുപടി തരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. നഗരസഭാ ചെയർമാൻ ഷാജിയുടെ നിലപാട് എന്തായിരുന്നു? അപ്പോൾ ചേച്ചി എത്ര തവണ ഷാജിയുടെ നിവേദനമോ അല്ലെങ്കിൽ പരാതിയോ നഗരസഭാ ചെയർമാൻ ഷാജിക്ക് നൽകിയിട്ടുണ്ടോ? അപ്പോൾ അവരുടെ ഒരു സമീപനം എന്തായിരുന്നു? ഷാജിയുടെ അടുത്ത് ഷാജി നഗരസഭയിൽ കയറണ അന്ന് തന്നെ ഷാജിയോട് ഷാജിയുടെ കാറിലാണ് ഷാജി എന്നോടൊപ്പം മുനിസിപ്പാലിറ്റിക്ക് കൊണ്ടുപോയി ചേച്ചി ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് സഹകരിച്ച് നല്ല രീതിക്ക് കാണിച്ചിരുന്നത്. സെക്രട്ടറിക്ക് കൊടുത്തു. സെക്രട്ടറി 2-3 സെക്രട്ടറിമാർ മാറിക്കൊണ്ടിരുന്നു. ഇപ്പോൾ ഈ മുനിസിപ്പാലിറ്റിയിൽ പോകുമ്പോൾ വീണ്ടും അപേക്ഷ കൊടുക്കാൻ പോകുമ്പോൾ ഈ കൗൺസിലർമാരെല്ലാവരും കൂടെ എന്നെ ഇരുന്ന് പരിഹസിക്കുകയും എന്നെ തരം താഴ്ത്തിയുള്ള ഭാഗം കാണിക്കുകയും കൊണ്ട് ഞാൻ പിന്നീട് കളക്ടർക്കാണ് കൊടുക്കാൻ തുടങ്ങി. കളക്ടർക്കും 2020 തൊട്ട് കൊടുക്കാൻ തുടങ്ങിയതാണ്. ആദ്യമുള്ള ഉണ്ടായിരുന്ന കളക്ടറും പ്രേമകുമാർ എന്ന് പറഞ്ഞ സാറും ഇവരെ പെൻഷൻ പൈസ എത്രയും പെട്ടെന്ന് കൊടുത്തുകൂടെ PGR ഓഫീസിൽ ഒരുപാട് പറഞ്ഞതാണ്. അവർ പോകുമ്പോൾ അവരുടെ സാക്ഷിയൊപ്പം കളക്ടർ സാക്ഷിയൊപ്പം വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പോൾ പുതിയ കളക്ടർക്ക് ഞാൻ കൊടുത്തപ്പോഴും പുതിയ കളക്ടർ എത്രയും പെട്ടെന്ന് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് പരിഹരിക്കണം പറഞ്ഞ് കോപ്പി എന്നിട്ടുണ്ട്. മുനിസിപ്പാലിറ്റിക്കാർ ആ കളക്ടറെ പോലും ബഹുമാനിക്കുന്നില്ല. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ വഴിതിരിപ്പിക്കുന്നത്? എന്തിനാണ്? ഓണത്തിൻ്റെ ആ സമയത്താണ് കളക്ടർ എനിക്ക് 500 രൂപ എന്നിട്ട് എന്നെ പ്രശ്നം ഞങ്ങൾ പരിഹരിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സാറോട് പറഞ്ഞു, സാറേ ബഹുമാനിക്കാതെ അവർ വഴിതിരിഞ്ഞായി മാറി നിൽക്കുമ്പോൾ ഞാൻ 75 രൂപ വേണം അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ. ആ പൈസ ഉണ്ടെങ്കിൽ കഞ്ഞി വെച്ച് കുടിക്കാം സാറേ, എൻ്റെ വിഷമം അറിയണ്ടോ പറഞ്ഞു. അപ്പോൾ കളക്ടർ സാറ് പറഞ്ഞത് ഉണ്ട്, അറിയുന്നുണ്ട് എന്ന്. അങ്ങനെയാണെങ്കിൽ അവർ എത്രയും പെട്ടെന്ന് എൻ്റെ വിഷമം അറിയുമ്പോൾ ഇവിടെ പരിഹരിച്ച ഒരു മീറ്റിംഗ് നിർത്തി എൻ്റെ പരിഹരിക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പോൾ കളക്ടറും ആരിനെയാണ് ഭയപ്പെടുന്നത്? നാട്ടിൽ എല്ലാവർക്കും ആവശ്യമായ കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരാണെങ്കിലും പിന്നെ ജനങ്ങളാണെങ്കിലും അതേപോലെ പ്രതിനിധികളാണെങ്കിലും ആവശ്യമായപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അവരെയൊക്കെ തടസ്സം ചെയ്ത് അവരെയൊക്കെ ഭീഷണിപ്പെടുത്തുന്നത് എന്തിനാണ്? ഇപ്പോൾ ചേച്ചി പറയുന്നത് ചേച്ചിയുടെ പെൻഷൻ പണം മനഃപൂർവ്വം മുനിസിപ്പാലിറ്റി തടഞ്ഞു വെച്ചിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു വാർഡ് കൗൺസിലർ വിചാരിച്ചാൽ അവരെ രേഖകൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൊരു പെൻഷൻ. അപ്പോൾ ഒരു ചേച്ചിയുടെ പേര് പെൻഷൻ തടഞ്ഞു വെച്ചുകൊണ്ട് നഗരസഭയ്ക്ക് എന്തെങ്കിലും വല്ല നേട്ടോ അല്ലെങ്കിൽ ചേച്ചിയോട് വല്ല വ്യക്തിവൈരാഗ്യമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടോ?
വ്യക്തിവൈരാഗ്യം പറഞ്ഞാൽ ഞാൻ പാലക്കാട് താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ പഞ്ചായത്തിൽ നിന്നുള്ള അക്രമങ്ങൾ സഹിക്കാൻ വയ്യാതെ ഈ നാട്ടിൽ വന്ന് വാടകയ്ക്ക് താമസിക്കുമ്പോഴും അവരുടെ പ്രോത്സാഹനവും അവരുടെ കൂടെ നിൽക്കുന്ന ആ ഭാഗങ്ങളാണ് ഈ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിലും ഉണ്ടാവണമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എനിക്ക് വാടക വീട് പോലും കിട്ടാതെ ഈ പെൻഷൻ പണം പോലും കിട്ടാതെ ഞാൻ ദുരിതം അനുഭവിക്കുന്നതിൻ്റെ വേദന നിങ്ങളെല്ലാവരും അറിയണം. അപ്പോൾ രണ്ടു കൂട്ടരും കൂടി ഒത്തു കളിക്കുമ്പോൾ ഏത് നാട്ടിലും എവിടെയും ആർക്ക് പോയിട്ട് ജീവിക്കാനുള്ള അർഹതയുണ്ട്. അപ്പോൾ ഇവിടെ ഞാനും ജീവിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ എന്നെ അക്രമം കാട്ടി ഈ പെൻഷൻ പണം തടഞ്ഞു വെച്ചിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ചേച്ചി ഇപ്പോൾ സംസാരിച്ചപ്പോൾ ഒരുപാട് തവണ ആവർത്തിച്ചൊരു വാക്കാണ് ചേച്ചി മുൻപ് താമസിച്ച സ്ഥലത്ത് അക്രമങ്ങളും ചേച്ചിക്ക് ഭീഷണി അത്തരം കാര്യം അതിൻ്റെ ഒരു പിന്തുടർച്ച പെരിന്തൽമണ്ണ നഗരസഭ ചെയ്യുകയാണെന്നൊക്കെ. എന്താണ് അത്തരത്തിലൊരു ഭീഷണി, അല്ല രാഷ്ട്രീയ പകപോക്കലോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ വിരോധമോ അല്ലെങ്കിൽ വേറെ എന്തക്രമമാണ് ചേച്ചി സൂചിപ്പിക്കുന്നത്? കാരണം വാടക വീട്ടുകളിൽ താമസിക്കുമ്പോൾ ഒരു വർഷത്തിന് എഗ്രിമെൻ്റ് എഴുതും. ആ എഗ്രിമെൻ്റ് എഴുതി 3-4 മാസം കഴിയുമ്പോഴേക്കും മുനിസിപ്പാലിറ്റിക്കാർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അവർ ആദ്യം വെള്ളം തരാതിരിക്കുക. അപ്പോൾ വെള്ളം എന്തുകൊണ്ടാണ് കിട്ടാത്തത്, കറണ്ട് എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്ന് ആ വീട് ഉടമസ്ഥൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവർ പറയുന്ന വാക്കാണ് മുനിസിപ്പാലിറ്റിക്കാർ ഇവിടുന്ന് മാറാൻ പറഞ്ഞു, മുനിസിപ്പാലിറ്റിക്കാർ മാറ്റാൻ പറഞ്ഞു എന്നാണ് ആ വീട് ഉടമസ്ഥന്മാർ പറയുന്നത്. 2-3 ഭാഗത്തുനിന്ന് അങ്ങനെ ഉണ്ടായി. അതേപോലെ മാമ്പറപ്പടിക്കൽ തന്നെ ഞാൻ ഈ ഒരു കടയിട്ടിട്ട് താമസമുണ്ടായിരുന്നു. കാരണം അച്ചാറും ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു കടയിട്ടിട്ട് താമസമുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ജില്ലാ കളക്ടറോട്ട് പോയിട്ട് കൊടുത്തു, സാറേ എനിക്ക് വരുമാനം ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു കടയിട്ടിട്ട് ഞാൻ കടയിടുന്നുണ്ട്, സാറിൻ്റെ ഒരു ഒപ്പ് വേണം, മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തടസ്സങ്ങൾ ഉണ്ടാവരുതെന്ന് പറഞ്ഞ് കളക്ടറിൽ നിന്ന് ഒരു ഒപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ വീട് ഉടമസ്ഥനും അതേപോലെ ഒരു 3 മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കടയിടാൻ പറ്റില്ല, വീട് താമസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവർ ഒഴിച്ചു വിട്ടു. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ അവർക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നേരത്തെ എപ്പോഴോ കൊടുത്ത സ്ഥലമാണ്, അവർക്ക് അവരുടെ ഭാര്യയുടെ അമ്മയ്ക്ക് കൊടുത്ത സ്ഥലമാണ്, അതവർക്ക് മുനിസിപ്പാലിറ്റിക്കാർക്ക് അധികാരമുള്ളതാണ്, താമസിപ്പിക്കേണ്ട എന്ന് പറഞ്ഞ് കടയിടാനോ വീട് താമസിക്കാനോ അനുവദിക്കാതെ ഞാൻ അങ്ങനെ മാറിപ്പോയിട്ടുണ്ട്. ചേച്ചി ഇപ്പോഴും വിശ്വസിക്കുന്നത് ചേച്ചിയെ പെരിന്തൽമണ്ണ നഗരസഭ ഒരു ശത്രുതാ മനോഭാവത്തോടു കൂടി പെരുമാറുന്നു എന്നത് തന്നെയാണ്. അവരങ്ങനെ കാണുകയാണ്, അവർക്ക് പ്രശ്നം തീർക്കേണ്ടതേ ഉള്ളൂ. ഒരു വാക്കുകൊണ്ട് തന്നെ അവർക്ക് ഒരുമിച്ചിരുന്ന് ഈ ദുരിതം അനുഭവിക്കുന്ന എന്നെ പ്രശ്നം തീർക്കാൻ എത്രയോ സമയങ്ങൾ ഇത്രയൊന്നും നീണ്ടുപോകേണ്ട ആവശ്യമില്ല, തീർക്കേണ്ട പ്രശ്നങ്ങളേ ഉള്ളൂ. അവർ തീർക്കാതെ വീണ്ടും വീണ്ടും ഓരോ രേഖകളും കമ്പ്യൂട്ടർ കൂടെ ഉണ്ടാക്കി കൊടുത്ത രേഖകളെല്ലാം പോരാ പറഞ്ഞ രേഖകൾ മാറ്റി മാറ്റി ഉണ്ടാക്കുന്നത് അവരുടെ തെറ്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്, ഇതുവരെ ഞാൻ അനുഭവിച്ച വേദനകളെല്ലാം ഈ മുനിസിപ്പാലിറ്റി പ്രശ്നം തീർക്കാതെ എന്നെ ദുരിതത്തിലേക്ക് എത്തിച്ചത്, ഇതുവരെ എത്തിച്ചതും നിങ്ങളോട് എനിക്ക് പറയാനുള്ള സമയം എത്തിച്ചതും മുനിസിപ്പാലിറ്റി ചെയ്ത തെറ്റുകൊണ്ട് തന്നെയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ രേഖകളും നിങ്ങളുടെ കയ്യിലുണ്ട്, എല്ലാ രേഖകളും നിങ്ങൾക്ക് സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് നിയമപ്രകാരം താങ്കളുടെ പെൻഷൻ തടയാൻ കഴിയുമോ? അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ? കാരണം നല്ലവരായ ലോകത്തിൽ ആൾക്കാരുണ്ടെങ്കിലും അവർ പ്രതിനിധികളാണ് പറഞ്ഞാൽ അവർ വഴി തിരിച്ചു കൊണ്ടുപോകുമ്പോൾ ആ വഴി തിരിച്ചു കൊണ്ടുപോകുന്നത് വേറുള്ളവർ മനസ്സിലാക്കിയെടുക്കില്ലല്ലോ. ഞാനൊരു പണമില്ലാതെ പാവപ്പെട്ട് ദുരിതം അനുഭവിച്ച് ദാരിദ്ര്യം അനുഭവിച്ച് ജീവിക്കുമ്പോൾ അവരത് എന്തിനാണ് വഴി തിരിച്ചു കൊണ്ടുപോകണം, ആ ഭാഗത്തു കൂടെ തിരിഞ്ഞു കൊണ്ടുപോകണം. അപ്പോൾ അവർ പറയുന്നത് എല്ലാവരും കള്ളം റിപ്പോർട്ടർ പിന്നെ നമ്മുടെ കമ്പ്യൂട്ടറിൽ കൂടെ കാണുമ്പോൾ ആ കമ്പ്യൂട്ടറിൽ കാണുന്ന രേഖയാണ് എല്ലാവരും മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുണ്ടാവുന്ന ആ രേഖ അവർ നോക്കി മനസ്സിലാക്കി എടുത്തിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കള്ളം പറഞ്ഞതെന്ന് ചോദിക്കാൻ ആരിനെയാണ് ആൾക്കാർ ഭയക്കുന്നത്, ആരിനെയാണ് പ്രതിനിധികളോ നാട്ടിലുള്ള ജനങ്ങളോ ഒക്കെ ഭയക്കുന്നത്. അപ്പോൾ കയ്യിൽ രേഖകളുണ്ട്. ഞാൻ 2025 8-ാം മാസം വരെ മസ്റ്ററിങ് ചെയ്തതിൻ്റെ കോപ്പിയുണ്ട്, പുനർവാഹിതം അല്ല എന്നുള്ള പാതായക്കരയിലത്തെ കൊടുത്ത രേഖകളുണ്ട്, കളക്ടർക്ക് കൊടുത്ത കോപ്പികളുണ്ട്, മുഖ്യമന്ത്രിക്ക് കൊടുത്ത കോപ്പിയുണ്ട്, മുനിസിപ്പാലിറ്റിക്ക് കൊടുത്ത എല്ലാ കോപ്പിയും ഇപ്പോഴും എൻ്റെ കയ്യിലിരിപ്പുണ്ട്. 4 വർഷത്തെ തന്റെ വിധവാ പെൻഷൻ തിരിച്ചു നൽകണമെന്നാണ് പെരിന്തൽമണ്ണ നഗരസഭയോട് വസന്തകുമാരി ചേച്ചിക്ക് പറയാനുള്ളത്. നിത്യജീവിത ചെലവുകൾക്കും വീട്ടുവാടക നൽകാനും മരുന്നുകൾ വാങ്ങാനും ഏറെ കഷ്ടപ്പെടുകയാണ് വസന്തകുമാരി ചേച്ചി. നഗരസഭ മനസ്സ് വെച്ചാൽ ഇപ്പോഴും തന്റെ പെൻഷൻ പണം തിരിച്ചു കിട്ടുമെന്നാണ് ഇപ്പോഴും ഇവർ ഉറച്ചു വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രിയോടും കലക്ടറോടും ഓഫീസുകളും കയറിയിറങ്ങി തളർന്ന ഈ പാവത്തിനോട് അല്പം കരുണ കാണിക്കണമെന്നാണ് ചാനൽ 10-നും പറയാനുള്ളത്. ക്യാമറാമാൻ ഷനു അരീക്കോടിനോടൊപ്പം KT പ്രമോദ്, ചാനൽ 10 പെരിന്തൽമണ്ണ. സഫ ജ്വല്ലറിയുടെ കാതോരം ഇയറിംഗ് ഫെസ്റ്റ് ജൂലൈ 15 മുതൽ. കാതിലൊരു കഥ തുടങ്ങുന്നു. സൗന്ദര്യത്തിന്റെ ഓരോ നിമിഷവും ഇനിയൊരു ആഘോഷമായി മാറുന്നു. ഈ ഓഫർ കാലയളവിൽ വാങ്ങുന്ന കമ്മലുകൾ 90 ദിവസത്തിനകം മാറ്റി വാങ്ങുമ്പോൾ പണിക്കൂലിയില്ല. ഓരോ പവൻ സ്വർണത്തിനൊപ്പം 2500 രൂപ ഡിസ്കൗണ്ട്. 25,000 രൂപയുടെ ഡയമണ്ട് ജ്വല്ലറി വാങ്ങുമ്പോൾ ഫ്രീ ഗോൾഡ് കോയിൻ. സഫയിൽ നിന്ന് വാങ്ങിയ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ സ്വർണ്ണാഭരണങ്ങളായി മാറ്റി വാങ്ങുമ്പോൾ 50 രൂപ അധികം ലഭിക്കും. ഈ അവസരം നഷ്ടപ്പെടുത്താതെ ഏറ്റവും അടുത്ത സഫ ജ്വല്ലറി സന്ദർശിച്ച് ഈ ഓഫർ സ്വന്തമാക്കൂ.